ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ക്രിസ്തുനാഥൻ്റെ പിന്നാലെ തിക്കിത്തിരക്കി ഒരുപാട് ആളുകൾ നടന്നു പോകുന്നതും ചേർന്ന് നിൽക്കുന്നതുമൊക്കെ ഇന്ന് തിരുവചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെടുകയാണ്. അത്രമാത്രം ആളുകളുടെ തിരക്കായിരുന്നു. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെയെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ആളുകൾ അവൻ്റെ ചുറ്റും കൂടിയത്? രോഗശാന്തിക്ക് വേണ്ടി, അത്ഭുതത്തിനു വേണ്ടി. അതേ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഈശോയിലേക്കുള്ള കടന്നുവരവ് ഈശോയിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഈശോയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്? ഈശോയ്ക്ക് എന്തെങ്കിലും കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടോ? പ്രിയമുള്ളവരെ, എൻ്റെ ഈശോയോടുള്ള ബന്ധം, ഈശോയിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാനുള്ള ആഗ്രഹത്തോടു കൂടെയാണോ, അതോ ഈശോയോടു കൂടെ സമയം ചെലവഴിക്കണം എന്ന താല്പര്യമുള്ളത് കൊണ്ടാണ്? നിരന്തരമായ ഒരേ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ടും അത് സ്വീകരിക്കപ്പെടാതെ പോകുമ്പോൾ ഉള്ളിൽ സങ്കടവും ചെറിയൊരു അകൽച്ചയും എൻ്റെ ക്രിസ്തുവിനോട് എനിക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ക്രിസ്തുവിലേക്ക് വരുന്നത് എന്തോ ആഗ്രഹിച്ചിട്ടാണ്. പ്രിയമുള്ളവരെ, ആ എന്തോ ആഗ്രഹിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ എന്തോ ഭൗതികമായ കാര്യത്തിന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് നമ്മോട് പറയുന്നു, അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതൊക്കെ നിനക്ക് പിന്നാലെ വന്നുകൊള്ളൂ എന്നാണ് പറയുന്നത്. അതെ പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ പ്രാധാന്യം അവിടുത്തെ നീതിക്ക്, അവിടുത്തെ രാജ്യത്തിന്. അതെ, എനിക്ക് സ്വർഗപ്രവേശനം വേണം, എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം, എനിക്കൊരു വിശുദ്ധനാകണം, വിശുദ്ധയാകണം. അതിന് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ, കഷ്ടപ്പാടുകളെ, ഒറ്റപ്പെടലുകളെ ഒക്കെ അതിജീവിക്കാനുള്ള വലിയൊരു കൈത്താങ്ങ് എൻ്റെ ക്രിസ്തുവാണ് എന്ന ബോധ്യത്തിലേക്ക് എനിക്ക് വരാൻ പറ്റും. ഈശോയെ, ഇനിയും ഒരുപാട് വളരാനുണ്ട്. ഞാൻ പലപ്പോഴും എന്നിലേക്കും താഴേക്കും നോക്കി കൂനിപ്പോവുകയാണ്. എനിക്ക് എഴുന്നേൽക്കേണ്ടതുണ്ട്. നിന്റെ കരം പിടിച്ച് നെഞ്ചുവിരിച്ച് തല ഉയർത്തി ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള ഒരു കൃപ, ഒരു പ്രത്യാശ, ഒരു ദൃഢവിശ്വാസം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.